മാതാവിനെ വിവാഹം കഴിക്കുമ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ പ്രായം എത്രയായിരുന്നു? ചരിത്രത്തിൻ്റെ താളുകളിലും പാരമ്പര്യങ്ങളിലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണിത്. പലപ്പോഴും നമ്മുടെ കൽപ്പനകളിൽ ഔസേപ്പ് പിതാവ് ഒരു വയോധികനാണ്. എന്നാൽ ആ രൂപത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ഒരു ദൈവിക രഹസ്യമുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ഔസേപ്പ് പിതാവ് അന്ന് 90 വയസ്സുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു ചിത്രം തെളിഞ്ഞു വരുന്നു. ബത്ലഹേമിലേക്കുള്ള ദുർഘടമായ യാത്രയും ഫെറോദേസിൻ്റെ വാളിനെ ഭയന്ന് ഈജിപ്തിലേക്കുള്ള ആ നീണ്ട പലായനം ഒരു വയോധികന് അസാധ്യമായിരുന്നു. തിരുകുടുംബത്തെ സംരക്ഷിക്കാൻ കരുത്തനായ ഒരു കാവൽക്കാരനെയായിരുന്നു ദൈവം തിരഞ്ഞെടുത്തിരുന്നത്. പ്രശസ്തനായ ദൈവിക ശാസ്ത്രജ്ഞൻ ബുൾട്ടാൻ ജെ ഷിൻ മനോഹരമായി കുറിച്ചു, ഔസേപ്പ് വയോധികനായിരുന്നത് കൊണ്ടല്ല മറിയത്തെ സ്നേഹിച്ചത്, മറിച്ച് അദ്ദേഹം വിശുദ്ധനായതുകൊണ്ടാണ്. അതെ, അദ്ദേഹം യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ളവനും ശക്തനും സുന്ദരനുമായിരുന്നു. പക്ഷേ ആ യുവത്വത്തെ അദ്ദേഹം ദൈവിക ഹിതത്തിന് മുന്നിൽ പൂർണ്ണമായും സമർപ്പിച്ചു. കാമത്തിനുമപ്പുറം പ്രണയത്തെ വിശുദ്ധി കൊണ്ട് പുതപ്പിച്ചവൻ, തൻ്റെ ശക്തി മറിയത്തിൻ്റെ കാവലിനായി മാത്രം മാറ്റിവെച്ചവൻ. ഔസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്: വിശുദ്ധി എന്നത് പ്രായത്തിൻ്റെ തളർച്ചയല്ല, മറിച്ച് ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. സ്വന്തം ഇഷ്ടങ്ങളെ ബലികഴിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കാവൽ നിന്ന ആ പുണ്യ പിതാവ് ഇന്നും നമുക്ക് വഴികാട്ടിയാണ്. കരുത്തുള്ള കരങ്ങളും കറയില്ലാത്ത ഹൃദയവുമുള്ള ആ പിതാവിനെ പോലെ വിശുദ്ധിയിൽ വളരാൻ നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ.